മുൻ KPCC പ്രസിഡന്റും കണ്ണൂരിലെ ഗർജിക്കുന്ന സിംഹവുമായിട്ടുള്ള കെ സുധാകരൻ മത്സരത്തിനിറങ്ങും ഉറപ്പാണ് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഒടുവിലായി കേൾക്കാൻ കഴിയുന്നൊരു കാര്യം. അദ്ദേഹം മത്സരത്തിനിറങ്ങുമെന്ന് പറഞ്ഞാൽ ഇനി പാർട്ടി സമ്മതിച്ചാലും ഇല്ലെങ്കിലും മത്സരത്തിനിറങ്ങും എന്ന് പറയുന്ന കടുത്ത തീരുമാനത്തിലേക്ക് കൂടി അദ്ദേഹം കടക്കുകയാണ്. അതിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ വയ്യ. കാരണം രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനി കേരളത്തിലൊരു മന്ത്രിയാകണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകണം എന്നുള്ള പദവികളൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരാളാണ്. KPCC പ്രസിഡന്റ് ആകണം എന്ന് തന്നെ ആഗ്രഹിച്ച സമയത്ത് അത് കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതൊക്കെ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു വാചകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള പൊട്ടിത്തെറികളെക്കുറിച്ചും ഇപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ കേരളത്തിലുള്ള UDF ഉണ്ടായിട്ടുള്ള ഒരു എഡ്ജ് എങ്ങനെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ തന്നെ ഞാൻ വിശദമായിട്ട് നേരത്തെയുള്ള വീഡിയോകളിൽ പറഞ്ഞിരുന്നു. എൻ്റെ വീഡിയോകൾ കൃത്യമായി കേൾക്കുന്ന ആളുകൾക്കൊക്കെ അതിനെക്കുറിച്ച് അറിയാം. ഞാനിത് മുൻകൂട്ടി തന്നെ പറഞ്ഞതാണ്. ഇപ്പോൾ ഏതാണ്ട് അത് സംഭവിക്കുന്നതിൻ്റെ തുടക്കമായിരിക്കുന്നു. കാരണം കെ സുധാകരൻ തന്നെ മത്സരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഇതിൽ കോൺഗ്രസ്സുകാരെ ഒന്നും കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ഒരു MLA ആവുക എന്നൊക്കെ ഉള്ളത് അവരിൽ മിക്ക നേതാക്കന്മാരുടെയും സ്വപ്നമാണ്. അങ്ങനെ സ്വപ്നമായിട്ടുള്ള ആ കാര്യം സാധിക്കണമെങ്കിലുള്ള ഏറ്റവും നല്ല അവസരമാണ് ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നറിയാം. കാരണം ആ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഇവൻ തോൽക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ പോലും മത്സരിക്കാൻ ആളുകൾ റെഡിയാണ്. കാരണം എങ്ങാനും ജയിച്ചു പോകാനുള്ള ഒരു സാധ്യതകളുണ്ട് എന്നാണ് അവർ വിലയിരുത്തുന്നത്. അത് ഏറെക്കുറെ യാഥാർത്ഥ്യവുമാണ്. കാരണം ഇപ്പം ജയിച്ചില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ജയിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ മത്സരിക്കാൻ പോലും കഴിയില്ല എന്നുള്ള ചിന്താഗതികളൊക്കെ അവർക്കുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇനി അടുത്ത തവണ കോൺഗ്രസ് അധികാരത്തിൽ വരികയും 31-ൽ വീണ്ടും മത്സരിക്കുകയൊക്കെ ചെയ്യാം എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയൊന്നും അവർക്കില്ല. ഇനി അഥവാ മത്സരിച്ചാൽ തന്നെ ആ സമയത്ത് ചിലപ്പോൾ ജയിക്കാനുള്ള സാധ്യതകളൊന്നുമില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ മത്സരിക്കുന്ന 80, 85, 90ഓളം സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ജയിച്ച് MLA-മാരായി ജയിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ MLA-മാരെ അതിൽ നിന്ന് മാറ്റൽ ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല. അല്ലെങ്കിൽ പിന്നെ രാഹുൽ മാങ്കൂട്ടം ചെയ്ത പോലെ എന്തെങ്കിലും പ്രവർത്തികളോ അല്ലെങ്കിൽ കെ ബാബു ഒഴിഞ്ഞു മാറുന്നത് പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അല്ലെങ്കിൽ അവിടെ നിന്ന് ആളുടെ കാലശേഷം മാത്രമേ വേറൊരാൾക്ക് ചാൻസ് കിട്ടൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ MP-മാരാകുകയോ MLA-മാരാകുകയോ കോൺഗ്രസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ നിവൃത്തിയൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ആ സീറ്റ് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ഇത്തവണ സാധാരണ കാണുന്നതിനേക്കാൾ വലിയ മത്സരം ഈ സീറ്റുകളുടെ കാര്യത്തിൽ നടക്കും. വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഞാൻ നേരത്തെ മുൻകൂട്ടി പറഞ്ഞിരുന്നതാണ്. ഇപ്പം നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കെ സുധാകരൻ മത്സരിക്കാൻ വേണ്ടി വരുന്നു. അദ്ദേഹം ഇനി പാർട്ടി സമ്മതിച്ചാലും ഇല്ലെങ്കിൽ കണ്ണൂരിൽ മത്സരിച്ച് അദ്ദേഹം ജയിക്കും. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം വളരെ രൂക്ഷമായിരിക്കും. കാരണം കെ സുധാകരൻ മത്സരിക്കുകയാണെങ്കിൽ KC വേണുഗോപാൽ മത്സരിക്കുമെങ്കിൽ ഷാഫി പറമ്പിൽ മത്സരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും, അടൂർ പ്രകാശിന് മത്സരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും, ഇത്തരത്തിലുള്ള നിരവധി ആളുകൾക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. കാരണം കേന്ദ്രത്തിൽ വെറുതെ ഒരു MP ആയി നിന്നുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനമോ അധികാരമോ ഒന്നും ഇല്ലെന്ന് അവർക്കറിയാം. അതേസമയം ഒരു മന്ത്രിയായിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ കിട്ടാൻ പോകുന്ന ഇമേജ് കൃത്യമായിട്ട് അവർക്കറിയാം. കെ സുധാകരനെയൊക്കെ സംബന്ധിച്ചോളം അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ വരെ ഒരു സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും KPCC പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും അത്തരത്തിലുള്ളൊരു ചാൻസ് കിട്ടും എന്നുള്ളത് വിചാരിക്കുക വയ്യ. അതുകൊണ്ട് അദ്ദേഹം ഏതാണ്ട് മത്സരിക്കാൻ ഇറങ്ങുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ KC വേണുഗോപാൽ ഉറപ്പായിട്ടും മത്സരിക്കാൻ സാധ്യതയുണ്ട്, ഏറ്റവും കുറഞ്ഞ പക്ഷം. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ മത്സരിക്കാൻ വേണ്ടി വരുമ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധി എത്രത്തോളം രൂക്ഷമായിരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. കാരണം അവർ ജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇവരൊക്കെ തന്നെ മത്സരിച്ചാൽ. അതുകൊണ്ട് പിന്നീട് 2 or 3 MP സ്ഥാനത്തേക്ക് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് കൂടി ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. അല്ലെങ്കിൽ അതാത് മണ്ഡലങ്ങളിൽ MLA-മാരാകാൻ നിൽക്കുന്നവരുടെ ഒരു വലിയ അതൃപ്തി എത്രത്തോളം ഉണ്ടാകും എന്നൊക്കെ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് വലിയ തോതിൽ ഈ UDF-ൻ്റെ മുമ്പിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ മുമ്പിൽ ഈ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നതിന് വലിയ കീറാമുട്ടിയായി വന്നേക്കാണ്. ആകെ കോൺഗ്രസിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിലവിലുള്ള 20-ലധികം വരുന്ന MLA-മാരിൽ കെ ബാബുവിനെയും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തെയും ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള എല്ലാവർക്കും മത്സരിക്കാനുള്ള അനുമതി കിട്ടും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. കാരണം കോൺഗ്രസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തവണ MLA ആയാൽ പിന്നെ എന്ത് സംഭവിച്ചാലും അത് മാറ്റലൊന്നും എളുപ്പമുള്ള കാര്യമല്ല. അല്ലെങ്കിൽ അത്രയും വലിയ പ്രശ്നങ്ങൾ മാങ്കൂട്ടം ചെയ്ത പോലെയുള്ള വലിയ വികൃതികളൊക്കെ ചെയ്യണം. അപ്പോൾ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാണ്. പക്ഷേ മറ്റു മണ്ഡലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ ചില മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ആളുകളെ തീരുമാനിക്കാൻ പറ്റും. ഇപ്പോൾ മണലൂരിൽ നിന്ന് TN പ്രതാപനെ തീരുമാനിക്കാൻ അവിടെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം അദ്ദേഹം അത്തരത്തിലുള്ള സ്റ്റേച്ചറുള്ള ഒരു നേതാവായതുകൊണ്ട്, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റിൽ നിന്ന് അദ്ദേഹം മാറിക്കൊടുത്തതായതുകൊണ്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സാധ്യതകളുണ്ട്. പക്ഷേ മറ്റ് മിക്ക മണ്ഡലങ്ങളിലും ഇത് വലിയ തോതിലുള്ള കീറാമുട്ടിയാകും, പ്രശ്നമാകും. ഒരുപക്ഷെ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ഒരിക്കലുമില്ല എന്നുള്ള രീതിയിലുള്ള കാര്യം കൃത്യമായിട്ട് നേതാക്കന്മാർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ ഏത് വിധേനയും ഈ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ
മത്സരിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്താനുള്ള സാധ്യതകളുണ്ട്. കാരണം അവിടെ നിന്നൊരു MLA ആയി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൊല്ലം പോലും ആ സീറ്റ് കിട്ടില്ല. ഇപ്പോൾ തോറ്റിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത തവണയെങ്കിലും എനിക്ക് ആ സീറ്റ് കിട്ടും 2031 എന്നറിയാം. അതുകൊണ്ട് തന്നെ ഇത് വലിയ 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 പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ എടുത്തെറിയും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. കൂടാതെ ഒരു MP മാത്രമായിട്ട് മത്സരിക്കാൻ ഒരു അനുവാദം ഹൈക്കമാൻഡ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും സൃഷ്ടിക്കാൻ പോകുന്ന പ്രത്യാഘാതം വളരെ കൂടുതലായിരിക്കും. കാരണം MK രാഘവനടക്കം, ഷാഫി പറമ്പിലടക്കം, അല്ലെങ്കിൽ നമുക്കറിയുന്നത് പോലെ അടൂർ പ്രകാശ് അടക്കം, ഈ പറയുന്ന പോലെ ആന്റോ ആന്റണി അടക്കമുള്ള എല്ലാ MP മാർക്കും തന്നെ, കോൺഗ്രസിൻ്റെ എല്ലാ MP മാർക്കും തന്നെ ഒന്നിവിടെ മത്സരിക്കാം. മത്സരിച്ച് ജയിച്ചിട്ടുണ്ടെങ്കിൽ മന്ത്രിയാകാം. കാരണം അവരെല്ലാം തലമുതിർന്ന നേതാക്കന്മാരാണ്. അപ്പോൾ അത്തരത്തിൽ മന്ത്രിയായാൽ കിട്ടുന്ന സുഖസൗകര്യങ്ങളും അതുപോലെ അതിൻ്റെ സാധ്യതകളും ഒന്നും അവരാരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത്തരത്തിൽ വലിയ രൂക്ഷമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്കാണ് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഹൈക്കമാൻഡ് അത്രയും വലിയ കടുത്ത തീരുമാനം എടുക്കണം. ആ തീരുമാനം സുധാകരനെ പോലൊരാളെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ കഴിയണം. അതത്ര എളുപ്പമുള്ള പണിയല്ല. കാരണം അദ്ദേഹത്തെ പോലൊരാൾ തീരുമാനിച്ചുറപ്പിച്ചാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുത്തേക്കുന്നത്. ആ ബൈറ്റിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ കണ്ണൂരിൽ നിന്ന് മത്സരിക്കും, ഉറപ്പാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് തീരുമാനിച്ചുറപ്പിച്ച് പറഞ്ഞൊരു കാര്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. സുധാകരൻ ഇനി കണ്ണൂരിൽ നിന്ന് മത്സരിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അദ്ദേഹം ഇനി ഒറ്റയ്ക്ക് വല്ല നോമിനേഷൻ കൊടുക്കുകയോ സുധാകരൻ മത്സരിച്ചോ അല്ല സ്വതന്ത്രമായി മത്സരിക്കാൻ തീരുമാനിക്കുകയോ ചെയ്താൽ പോലും അവിടെ യഥാർത്ഥത്തിൽ കണ്ണൂരടക്കം മുഴുവൻ മണ്ഡലങ്ങളിലും തന്നെ കോൺഗ്രസിൻ്റെ സാധ്യതകളെ ബാധിക്കും. അത് കണ്ണൂർ പോലുമല്ല, കണ്ണൂർ മുതൽ തീർച്ചയായിട്ടും തിരുവനന്തപുരം വരെയുള്ള എല്ലാ മണ്ഡലങ്ങളിലെയും സാധ്യതകളെ പോലും ബാധിക്കാൻ തക്ക ശേഷിയുള്ള KS ബ്രിഗേഡൊക്കെ അദ്ദേഹം കൊണ്ടു നടക്കുന്നുണ്ട് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ കൂടെ വലിയ അനുയായി വൃന്ദമുണ്ട്, വലിയ രണ്ടാം നിര നേതാക്കന്മാരുണ്ട് എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹം സമ്മർദ്ദം ചെലുത്തിയാൽ ഹൈക്കമാൻഡിന് വഴങ്ങേണ്ടി വരും. വഴങ്ങിയാൽ മറ്റ് നേതാക്കന്മാരുടെ സമ്മർദ്ദം കൂടി വലിയ തോതിലുണ്ടാവും. കൂടാതെ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ കൂടി വളരെ രൂക്ഷമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം സുധാകരനെ സംബന്ധിച്ചും ഒരു മുഖ്യമന്ത്രിയാകാൻ തന്നെയായിരിക്കും അദ്ദേഹം തയ്യാറെടുക്കുന്നത്. അങ്ങനെ മുഖ്യമന്ത്രി ആകണമെങ്കിൽ അതിന് പറ്റുന്ന ഏറ്റവും നല്ല ചാൻസ് ഇപ്പോഴാണെന്നും, ഇപ്പോഴല്ലെങ്കിൽ ഇനി മറ്റെപ്പോഴെങ്കിലും ആകാനുള്ള ഒരു ചാൻസ് ചിലപ്പോൾ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കാനാകില്ല എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിൻ്റെ പ്രായവുമൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള നിലപാടിലേക്ക് അദ്ദേഹം പോകും. മത്സരിപ്പിക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അത് കേരളത്തിൽ കോൺഗ്രസിന് ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് കൂടി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും.